Hello my dear students, how are you? Fine? I am also fine. Okay, we already finished one lesson. What's the name of that lesson? First lesson പേര് എന്തായിരുന്നു? Faith in God, your life's anchor. നമ്മുടെ ലൈഫിന്റെ ആങ്കർ എന്താണ്? നങ്കൂരം എന്ന് പറയുന്നത് എന്താണ്? Faith in God, ദൈവത്തിലുള്ള വിശ്വാസം. അപ്പോൾ ആ പാഠം കഴിഞ്ഞപ്പോൾ നിങ്ങൾ എല്ലാവരും ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നുണ്ടെന്ന് മിസ് കരുതുന്നു. അങ്ങനെ തന്നെ വേണം കേട്ടോ. നമ്മുടെ ദൈവത്തിൽ പൂർണ്ണമായിട്ട് അർപ്പിക്കുക, ദൈവത്തെ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? നെക്സ്റ്റ് ലെസൺ, ഹ്യൂമിലിറ്റി എ ഗ്രേറ്റ് വെർച്യൂ. എന്താണ് ഹ്യൂമിലിറ്റി? ഹ്യൂമിലിറ്റി a great virtue. എന്താണ് ഹ്യൂമിലിറ്റി? ഹംബിൾനെസ്. ഹ്യൂമിലിറ്റി എന്താണ്? ഹംബിൾനെസ്. ഹംബിൾ എന്താണ്? എളിമ. എളിമ എന്ന് പറയുന്ന ഒരു വെർച്യുവിനെ കുറിച്ചാണ്, ഒരു നല്ല ഗുണത്തെക്കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിക്കാൻ. മിസ് അതിനൊക്കെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഈ മോറൽ സയൻസ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് അല്ല കേട്ടോ. അത് നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഒരുപാട് കഥകളിലൂടെ, മഹാന്മാരുടെ ജീവിത ചരിത്രത്തിലൂടെയൊക്കെ ജീവിതത്തിൽ വേണ്ടുന്ന നല്ല ഗുണങ്ങളൊക്കെ മനസ്സിലാക്കാനും ഈ മഹാന്മാരെ കുറിച്ച് അറിയാം, അവരൊക്കെ എങ്ങനെയാണ് ഇത്രയും വലിയൊരു സ്ഥാനത്തേക്ക് എത്തിയത്, ജീവിതത്തിൽ എന്തൊക്കെ പരിശ്രമങ്ങൾ വേണം, എന്തൊക്കെ നല്ല ഗുണങ്ങൾ വേണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മളൊരു സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ വേണ്ടുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ മോറൽ സയൻസ് എന്ന് പറഞ്ഞാൽ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. കുറച്ച് പ്രാർത്ഥന, ദൈവത്തിലുള്ള വിശ്വാസം, നല്ല ഗുണങ്ങൾ, ഇതൊക്കെ സ്വായത്തമാക്കാൻ വേണ്ടിയിട്ടാണ് മോറൽ സയൻസ്. അപ്പം അതിൽ നമ്മൾ സാധാരണ സബ്ജക്റ്റ് പഠിക്കുന്ന പോലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് കാണാതെ പഠിക്കുക, മീനിങ്സ് പഠിക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചില കുട്ടികളെ കുറിച്ച് ഭയങ്കരമായിട്ട് അവർ ടെൻഷനായിട്ട് പറയുന്നുണ്ട്, ആ പാഠത്തിൻ്റെ മീനിങ്സ് ഒന്നും തന്നില്ല, ക്വസ്റ്റ്യൻ ആൻസേഴ്സ് തന്നില്ല. അങ്ങനെ പഠിക്കേണ്ട ഒന്നല്ല മോറൽ സയൻസ്. നിങ്ങൾക്ക് കുറേ വാല്യൂസ് നേടാൻ വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം നിങ്ങൾ ആ ലെസൺ നന്നായിട്ട് വായിക്കുക. പിന്നെ മിസ് ഓരോന്നും നിങ്ങൾക്കത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് അല്ലേ? പാഠം നന്നായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. പിന്നെ അതുപോലെ റീഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മിസ്സിൻ്റെ വീഡിയോ കേട്ടിട്ട് അത് റീഡ് ചെയ്യാം എന്നാണ് ഞാൻ കരുതുന്നത്. അത്രയും മതി കേട്ടോ. അല്ലാതെ ഒരു സബ്ജക്റ്റ് പഠിക്കുന്നത് പോലെ പഠിക്കാനുള്ളതല്ല. ഇപ്പോൾ ഓരോ വേർഡ് വൈസായിട്ട് അതിൻ്റെ മീനിങ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ പാഠത്തിൽ നിന്ന് എന്താണ് കിട്ടുന്ന ഒരു മോറൽ എന്താണ് എന്ന് മനസ്സിലാക്കിയാൽ. ഓക്കെ, അപ്പോൾ ടെൻഷൻ ഫ്രീ ആയിട്ട് നമ്മൾ കാറ്റഗിസം അല്ലെങ്കിൽ നിങ്ങൾ ഹിന്ദുസിലൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന കുറേ മോറൽ സ്റ്റഡീസൊക്കെ ഉണ്ട്. അതേപോലെ ഇപ്പോൾ ക്രിസ്ത്യൻസിന് നമ്മുടെ സൺഡേയിൽ പള്ളിയിൽ പോയിട്ട് നിങ്ങൾക്ക് സൺഡേ ക്ലാസ്സസ് ഒക്കെ ഉണ്ടല്ലോ. ആ ക്ലാസ്സിലൊക്കെ നമ്മളെന്ത് ഫ്രീ ആയിട്ടായിരിക്കുന്നത് അല്ലേ? ദൈവത്തെക്കുറിച്ച് അറിയുക, ദൈവത്തെ കൂടുതൽ മനസ്സിലാക്കുക, എങ്ങനെ പ്രാർത്ഥിക്കണം, എങ്ങനെ നല്ല കുട്ടികളായിട്ട് ജീവിക്കാം, ഇതൊക്കെയല്ലേ നമ്മളവിടെ പഠിക്കുന്നത്. അതല്ലാതെ നമ്മൾ സ്കൂളിൽ ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം, സയൻസ്, മാത്സ് ഒക്കെ പഠിക്കുന്ന പോലെ ടെൻഷൻ അടിച്ച് അങ്ങനെയാണോ പഠിക്കേണ്ടത്? അല്ല. ദൈവവുമായിട്ട് അടുക്കുക, നല്ല ഗുണങ്ങളൊക്കെ സ്വായത്തമാക്കുക, നല്ല മനുഷ്യരായിട്ട് വളരുക, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതുപോലെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക, നല്ല കൂളായിട്ടിരുന്ന് വേണം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ. ഓക്കെ, നമുക്ക് തുടങ്ങാം. പേജ് നമ്പർ 9, ഹ്യൂമിലിറ്റി എ ഗ്രേറ്റ് virtue. While it is wonderful to earn wealth, become famous or powerful, one must learn to be always humble. എന്താണ് ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹംബിൾനെസ് ആണ്. ഹംബിൾനെസ് മീൻസ് എളിമയുള്ളവരായിട്ട് വളരണം. അപ്പോൾ ഒരു പക്ഷേ ഒരാൾ ഒരുപാട് വെൽത്ത്, സമ്പത്ത് നേടിയേക്കാം, ഫേമസ് ആകാം, പവർഫുൾ ആകാം. അതായത് പൊളിറ്റീഷ്യൻസിനൊക്കെ നല്ല പവറാണ്, അവർക്ക് ഓരോ അധികാര കേന്ദ്രങ്ങളിൽ നല്ല പിടിയുണ്ടാകും. അപ്പോൾ പവർഫുൾ ആകാം. പക്ഷേ വൺ മസ്റ്റ് ലേൺ ടു ബി ഓൾവേസ് ഹംബിൾ. അപ്പം ധനവും അധികാരവും സമ്പത്തും ഒക്കെ നേടിയാലും നമ്മൾ എങ്ങനെയുള്ള മനുഷ്യരായിരിക്കണം? ഹംബിളായിരിക്കണം അല്ലേ? ഹംബിൾ ആൻഡ് സിമ്പിൾ എന്നൊക്കെ പറയത്തില്ലേ? എളിമയുള്ളവരായിരിക്കണം. എത്ര വലിയ
കസേരയിൽ പ്രധാനമന്ത്രി പദത്തിലോ രാഷ്ട്രപതിയോ ഒക്കെ ആയിക്കോട്ടെ എളിമയുള്ളവരായിരിക്കുക. നമ്മളെപ്പോലെ തന്നെയാണ് നമ്മുടെ കൂടെയുള്ള മനുഷ്യരല്ലേ. നമ്മുടെ അധ്വാനം കൊണ്ട് നമുക്ക് സമ്പത്ത് നേടാം, അധികാരം നേടാം, പിന്നെന്തൊക്കെയാ പേരെടുക്കാം. പക്ഷെ അപ്പോഴും നമ്മൾ സിമ്പിളായിരിക്കണം. നമ്മൾ ഒരു സാധാ മനുഷ്യനാണെന്ന് വിചാരിക്കുക. മറ്റുള്ളവരെ പോലെ തന്നെ നമുക്ക് എപ്പോഴും അസുഖം വരാം, ഈ നിമിഷം പിടഞ്ഞു വീണ് മരിക്കാം. മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോയി കിടക്കുന്ന 6 അടി മണ്ണിൽ അല്ലേ. അല്ലാതെ സ്വർണം കൊണ്ടുള്ള കൊട്ടാരത്തിനകത്ത് നമ്മൾ ഇടുകയോ ഇല്ല. എല്ലാ മനുഷ്യരും അഴുകുന്നത് പോലെ നമ്മുടെ ശരീരവും അഴുകി ഇല്ലാതെയാണ്. അപ്പോൾ യാതൊരു വ്യത്യാസവും ഇല്ല. മനുഷ്യരും ഈ ഭൂമിയിലുള്ള ജീവജാലങ്ങൾ മനുഷ്യരും മരിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു പിടി ചാരം അല്ലെങ്കിൽ എല്ലും പൊടിയുമായിട്ട് മാറേണ്ടവരാണ്, മണ്ണോട് ചേരേണ്ടവരാണ്. അപ്പോൾ ഇപ്പം കാണുന്ന സമ്പത്ത്, ഈ പ്രശസ്തി, അധികാരം, ഇതൊക്കെ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു കഴിയുമ്പോൾ നമുക്കിതൊക്കെ കൊണ്ടുപോകാൻ പറ്റുമോ? മരിച്ച സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഞാൻ ഭൂമിയിൽ വലിയ രാജാവായിരുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അവിടെ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. നമ്മുടെ ബോഡി തന്നെ ഇവിടെ ഉപേക്ഷിച്ചിട്ടാണ് നമ്മുടെ സോൾ മാത്രമാണ് പോവുക. അപ്പോൾ ഇന്ന് കാണുന്ന ഈ പ്രൗഢിയും അല്ലെങ്കിൽ വെൽത്തും ഒന്നും നമ്മൾക്ക് ഉപകാരപ്പെടണമെന്നില്ല. അതൊക്കെ നമുക്ക് കുറച്ച് ഒരു ക്ഷണിക നേരത്തേക്ക്, അതെപ്പോൾ വേണമെങ്കിലും നശിച്ചു പോകാം. നമ്മൾ വലിയ പ്രശസ്തിയുടെ കൂട്ടുമുടിയിൽ എത്തി നിൽക്കുന്നു, ഒറ്റ വീഴ്ചയാണ് ഠിമ്മെന്ന് പറഞ്ഞ് താഴെ വന്ന് വീഴും. ഇതൊക്കെ ക്ഷണികമാണ്, അത് വളരെ കുറച്ച് നേരത്തേക്ക് മാത്രം നിൽക്കുന്നതാണ്. അപ്പം അതിൻ്റെ പേരിൽ വലിയ അഹങ്കാരം കാണിക്കരുത്. മനസ്സിലായോ? എപ്പോഴും എങ്ങനെയുള്ളവരായിരിക്കണം? ഹംബിളായിട്ട്, എളിമയോടുകൂടി ജീവിക്കുക. അതർവൈസ് ഓൾ ദ റിച്ചസ്, ഫെയിം ഓർ പവർ വിൽ വാനിഷ് വെരി ഫാസ്റ്റ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ചിലർക്ക് ദൈവം തരുന്ന ഒരു അനുഗ്രഹമാണ്. ഒരു നിമിഷ നേരം കൊണ്ട് ഭയങ്കര ഫേമസ് ആകും. പെട്ടെന്ന് നമ്മുടെ വീട്ടിൽ സമ്പത്ത് കുമിഞ്ഞുകൂടാം, നമുക്ക് അധികാരം കൈയാളാം. ഇതൊക്കെ ഒരു കുറച്ച് നേരം കൊണ്ട് നമ്മൾ അഹങ്കരിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് വാനിഷ് ആയി പോകാം. വാനിഷ് മീൻസ് ഇല്ലാതെയായി പോവുക. കാരണം നമ്മൾ ഈ ഒരു ഉന്നതിയിലേക്ക് എത്തിക്കുന്നത് ആരാണ്? നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ തന്നെയാണ് അല്ലേ. ഇപ്പോൾ സിനിമയിൽ ഒരാൾ വരുന്നു, അയാൾ വലിയ ഹീറോയിനും ആകുന്നത് എന്തുകൊണ്ടാണ്? നമ്മളെപ്പോലെയുള്ള സാധാരണ മനുഷ്യർ ആ സിനിമ കാണുന്നത് കൊണ്ടും അവർക്ക് വേണ്ടി ജയ് വിളിക്കുന്നത് കൊണ്ടുമാണ്. അപ്പോൾ അവരോട് നമ്മൾ നല്ല കൈൻഡായിട്ട് സ്നേഹത്തോടെയൊക്കെ പെരുമാറിയില്ലെങ്കിൽ ആ മനുഷ്യർക്ക് നമ്മളോട് ദേഷ്യം വരും. പിന്നെ നമ്മുടെ സിനിമകളൊന്നും കാണത്തില്ല, അല്ലെങ്കിൽ നമുക്ക് വേണ്ടുന്ന ആദരവ് തരത്തില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ നേടിയതെല്ലാം ഒരു നിമിഷം നേരം കൊണ്ട് ഇല്ലാതെയായിട്ട് മാറും. മനസ്സിലായോ? അതർവൈസ് ഓൾ ദ റിച്ചസ്, ഫെയിം ഓർ പവർ, എത്ര ധനികനായിക്കോട്ടെ, എത്ര ഫേമസ് ആയിട്ടുള്ള ആളായിക്കോട്ടെ, എത്ര പവർഫുൾ ആയിട്ടുള്ള ആളായിരിക്കട്ടെ, വിൽ വാനിഷ് വെരി ഫാസ്റ്റ്, പെട്ടെന്ന് അവൻ്റെ ഈ കാര്യങ്ങളൊക്കെ ഇല്ലാതെയായിട്ട് മാറും. You would have heard of many rich and powerful men who because of their arrogance lost everything. ഇതുപോലെ ഈ അറഗൻ്റ് ആയിട്ടുള്ള ആളുകൾ, അറഗൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഈ ആർക്കും ക്ലെയിം ചെയ്യുന്ന ആളുകളുണ്ട്. അതായത് പ്രത്യേകിച്ച് ഈ അധികാരമുള്ളവർ അല്ലെങ്കിൽ സമ്പത്തുള്ളവർ, അവരൊരു കാര്യം അംഗീകരിച്ച് തരത്തില്ല. നമ്മൾ എന്ത് പറഞ്ഞാലും, ബാക്കിയുള്ളവർ എന്ത് പറഞ്ഞാലും അവരത് അംഗീകരിക്കത്തില്ല. എന്താ? ഞാൻ പിടിച്ച മുയലിന് കൊമ്പ് 3 ഉണ്ടെന്ന് പറയുന്നത് പോലെ. മുയലിന് കൊമ്പില്ല എന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കത്തില്ല. ഇല്ല, എൻ്റെ മുയലിന് 3 കൊമ്പുണ്ടെന്ന് പറയും. എന്ന് വെച്ചാൽ എന്താണ്? അവർ താഴ്ന്നു കൊടുക്കില്ല. കാരണം അവർ അധികാരമുള്ളവരാണ് അല്ലെങ്കിൽ റിച്ചാണ്. അതിൻ്റെ അഹങ്കാരം കൊണ്ട് അവർ പറയുന്നത് എന്താ? ഇല്ല, ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും അതനുസരിച്ചോണം, അത് കേട്ടോളണം എന്നാണ് അവരുടെ നിലപാട്. അങ്ങനെയുള്ള ആളുകൾ അധികകാലം നിലനിൽക്കില്ല. Okay, you would have heard of many rich and powerful men who because of their arrogance lost everything. അങ്ങനെ അവരുടെ ആ പെരുമാറ്റം കൊണ്ട്, ഈ അറഗൻ്റ് ആയിട്ടുള്ള പെരുമാറ്റ രീതി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട ഒരുപാട് ആളുകൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അവരെക്കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവാം. All religious and holy books praise the virtue of humility. എല്ലാ മതവും എല്ലാ മതഗ്രന്ഥങ്ങളും എന്തിനെ കുറിച്ചാണ് പറയുന്നത്? ദ വെർച്യൂ ഓഫ് ഹ്യൂമിലിറ്റി. അതായത് എത്രത്തോളം ഹംബിളാകാം എന്നതിനെ കുറിച്ചാണ് മതങ്ങളും വിശുദ്ധ ഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്. അല്ലാതെ അതിനകത്ത് നിങ്ങൾ അഹങ്കാരികളാകുക, നിങ്ങളെ എങ്ങനെയെങ്കിലും നിങ്ങളുടെ സഹോദരനെ കൊന്നിട്ടാണെങ്കിൽ സമ്പത്ത് നേടുക എന്നൊക്കെ പറയാറുണ്ടോ? ഇല്ല. എല്ലാ മതവും മതഗ്രന്ഥങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? എളിമയുള്ളവരായിട്ട് ജീവിക്കുക. ഇപ്പോൾ ബൈബിളിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, നീ ഒരു സ്ഥലത്ത് പോവുകയാണെങ്കിൽ നീ ഏറ്റവും പുറകിൽ നിൽക്കണം, മുമ്പിൽ കയറി ഏറ്റവും ഫ്രണ്ടിൽ ഞാനാണ് ആദ്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എവിടെ ഒരു ക്യൂ ഉണ്ടോ അതിൻ്റെ ഏറ്റവും പുറകിൽ വേണം നമ്മൾ പോയി നിൽക്കാൻ, അത് മുമ്പിലല്ല. അങ്ങനെ പുറകിൽ നിൽക്കുന്നവനെയാണ് ദൈവത്തിന് ഏറ്റവും ഇഷ്ടം.
മരിച്ചു കഴിഞ്ഞ് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവനായിരിക്കും മുൻപിൽ. സ്വർഗത്തിലെ ക്യൂ ഉണ്ടെങ്കിൽ അവിടെ മുമ്പിൽ നിൽക്കുന്നവൻ ആരായിരിക്കും? ഭൂമിയിലെ ക്യൂവിലെ ഏറ്റവും പുറകിൽ നിന്നവനായിരിക്കും. നമ്മൾ ആരും അത് ശ്രദ്ധിക്കാറില്ല അല്ലേ? ബസ് കയറാനായിട്ട് ക്യൂ ഉണ്ടെങ്കിൽ നമ്മൾ ഇടിച്ച് ബാക്കിയുള്ളവർ തള്ളിയിട്ടിട്ടാണെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ പോയി നിൽക്കും. ബസ്സിൽ കയറിയാലോ ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കണമെന്ന് പറഞ്ഞാൽ അവിടെ ഇടിച്ച് കയറി നിൽക്കുന്നവരുണ്ട്. സദ്യ കഴിക്കാൻ പോയാലോ ആ ഹാളിൻ്റെ വാതിൽ കിടന്ന് ഭയങ്കര ഫൈറ്റിംഗ് ആണ്. എനിക്ക് ആദ്യം കയറണം, എനിക്ക് പോകണം, എനിക്ക് ധൃതിയാണ്. അങ്ങനെയല്ല, എവിടെ ജനങ്ങൾ കൂട്ടമായിട്ട് ആളുകളുണ്ടോ അതിൻ്റെ ഏറ്റവും പുറകിൽ ക്ഷമയോടെ കാത്തു നിൽക്കുക. അങ്ങനെയുള്ളവരെയാണ് ദൈവത്തിന് ഏറെ ഇഷ്ടം. ഓക്കെ, ദ ഫേമസ് പ്രോവർബ് പ്രൈഡ് ഗോസ് ബിഫോർ ദ ഫോൾ. അതൊന്ന് അണ്ടർലൈൻ ചെയ്തോളൂ. ആ പ്രോവർബ് എന്താണ്? പ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം. പ്രൈഡ് ഗോസ് ബിഫോർ the fail. Fail means വീഴ്ച. പ്രൈഡ് വീഴ്ചയ്ക്ക് മുമ്പേ പോകുന്നതാണ് കേട്ടോ. fail. Pride goes before the fall. Not fail. Before the fall. Fail, fall. എല്ലാം ഒന്ന് തന്നെയാണ്. ഫോൾ എന്ന് പറഞ്ഞാൽ വീഴ്ച, ഫെയിൽ തോൽവി. അപ്പം പരാജയത്തിന് മുമ്പേ എന്തുണ്ടാകും? പ്രൈഡ് ഉണ്ടാകും. നമ്മൾ അഹങ്കരിക്കുന്നുണ്ടോ? നിങ്ങളിപ്പോൾ വിചാരിക്കും ക്ലാസ്സിൽ ഞാനാണ് ഫസ്റ്റ്, എനിക്ക് എല്ലാത്തിലും ഫുൾ മാർക്ക് കിട്ടുന്നു എന്ന ഒരു വിചാരം മനസ്സിൽ കയറിയാൽ നമ്മൾ അഹങ്കാരികളാണ്. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പതുക്കെ പഠിത്തത്തിൽ പുറകോട്ടാണ്. അത് നമ്മളറിയില്ല, കാരണം നമ്മളങ്ങ് അഹങ്കരിച്ച് അങ്ങേയറ്റോ. അപ്പോൾ ഏത് ടെക്സ്റ്റ് ബുക്ക് എടുത്താലും നിങ്ങൾ വിചാരിക്കും ഓ എനിക്ക് ഫുൾ മാർക്കാണ്, എത്രയോ വർഷമായിട്ട് ഞാൻ ഫുൾ വാങ്ങിക്കുന്നു, ഇനി ഇതൊന്നും പഠിച്ചില്ലെങ്കിൽ എനിക്ക് ഫുള്ള് കിട്ടും എന്ന് വിചാരിച്ചാൽ എന്ത് പറ്റും? അടുത്ത പരീക്ഷയ്ക്ക് തീർച്ചയായിട്ടും ഒരു മാർക്കെങ്കിലും നമുക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടായിരിക്കാം. പക്ഷേ ഫുൾ മാർക്ക് കിട്ടാത്ത ബാക്കി കുട്ടികളോ അവർ ഭയങ്കര കഠിനമായിട്ട് പരിശ്രമിക്കും. അയ്യോ എനിക്ക് എത്ര പഠിച്ചിട്ടും ഫുള്ള് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും വീണ്ടും ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോൾ പരീക്ഷയ്ക്ക് ചിലപ്പോൾ നിങ്ങളെക്കാൾ ഒരു മാർക്ക് അവർ കൂടുതൽ നേടി അവർ മുൻപന്തിയിലെത്തും. അപ്പോൾ ഒരു കാര്യത്തിലും അഹങ്കരിക്കാൻ പാടില്ല. നമ്മുടെ ഏത് കഴിവായിട്ടുണ്ടോ, പഠിക്കാനുള്ള കഴിവ്, പാട്ട് പാടാൻ, അതല്ലെങ്കിൽ ഡാൻസ് ചെയ്യാൻ, നമുക്ക് എന്തൊക്കെ കഴിവുണ്ടോ ആ കഴിവിലൊന്നും അഹങ്കരിക്കാൻ പാടില്ല. അഹങ്കാരം നമ്മുടെ മനസ്സിൽ വന്നാൽ വിചാരിച്ചോളണം തൊട്ട് പുറകെ ആരുണ്ട്? ഒരു വീഴ്ച വരുന്നുണ്ട്. ഫോൾ, ഒരു വീഴ്ച നമ്മളെ കാത്തു നിൽക്കുന്നുണ്ടെന്ന് വിചാരിച്ചോളണം കേട്ടോ. നെക്സ്റ്റ് പാരഗ്രാഫ്. This great habit must be cultivated from your childhood itself. എന്താണ് ഈ ഒരു ഗ്രേറ്റ് ഹാബിറ്റ്? ഏത് ഹാബിറ്റാണ്? ഹ്യൂമിലിറ്റി, എളിമ എന്ന് പറയുന്ന ആ ഒരു ഗുണം നമ്മൾ എവിടെ തുടങ്ങണം? ചെറിയ പ്രായത്തിലേ തുടങ്ങണം. വലുതായിട്ടല്ല വരുന്നത്, ചെറിയ പ്രായത്തിൽ. ഒരു പക്ഷേ നമ്മളൊക്കെ നമ്മുടെ പേരൻസിനെ കണ്ടായിരിക്കും വളരുക. അപ്പോൾ പേരൻസ് ഇതുപോലെ ഭയങ്കര പ്രൈഡായിട്ട് നടക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് അവരുടെ കുട്ടികൾ പ്രൈഡുള്ള കുട്ടികളായിട്ട് വരും. അവർക്കത് അറിയില്ല തെറ്റാണോ ശരിയാണോ എന്നറിയില്ല. അവരവരുടെ പേരൻസിനെയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ വളരെ ചെറുതിലെ തന്നെ ഇതുപോലെയുള്ള നല്ല ഗുണങ്ങൾ നമ്മൾ സ്വായത്തമാക്കണം. ദിസ് ഗ്രേറ്റ് ഹാബിറ്റ് മസ്റ്റ് ബി കൾട്ടിവേറ്റഡ്. കൾട്ടിവേറ്റഡ് എന്ന് പറഞ്ഞാൽ റിഫൈൻഡ്. നമ്മുടെ ഉള്ളിൽ അത് ചെറുതിലെ തന്നെ വളർന്നു വരേണ്ടതാണ്. മസ്റ്റ് ബി കൾട്ടിവേറ്റഡ് ഫ്രം യുവർ ചൈൽഡ്ഹുഡ് ഇറ്റ്സെൽഫ് സോ ദാറ്റ് യു ക്യാൻ ബിക്കം ലവ്ഡ് ബൈ ഓൾ. അങ്ങനെ നല്ല ഹ്യൂമിലിറ്റി ഉള്ളവരാണെങ്കിൽ നമ്മളെ എല്ലാവരും ഇഷ്ടപ്പെടും എന്നാണ്. പ്രൈഡായിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടത്തില്ല. അവരങ്ങോട്ട് ഒരു സൊസൈറ്റിയുടെ മുമ്പിലോട്ട് ചെല്ലുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ച് ആളുകളുടെ ഇടയിലോട്ട് ചെല്ലുകയാണെങ്കിൽ, ഭയങ്കര പ്രൈഡായിട്ടുള്ള ആളുകളാണെങ്കിൽ ആ നിൽക്കുന്ന ആളുകൾ പതുക്കെ മാറും, അവരൊഴിഞ്ഞ് മാറിപ്പോകുന്നത് കാണും. അതേസമയം നല്ല എളിമുള്ള നല്ല സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയാണെങ്കിൽ നമ്മളങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ അവർ ഭയങ്കരമായിട്ട് നമ്മളെ വെൽക്കം ചെയ്യും. അവർക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമ്മളിൽ നിന്ന് കിട്ടും. പ്രൈഡ് ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് എനർജി ആയിരിക്കും. ആ നെഗറ്റീവ് എനർജി മറ്റുള്ളവരിൽ നിന്ന് നമ്മെ അകറ്റും. അത് പാടില്ല കേട്ടോ. അപ്പം എല്ലാവരും നമ്മൾ സ്നേഹിക്കപ്പെടണമെങ്കിൽ നമ്മൾ എങ്ങനെയുള്ളവരായിരിക്കണം? എളിമയുള്ള കുട്ടികളായിട്ട് വേണം വളരാൻ. നോബഡി ലൈക്സ് ടു ബി എ ഫ്രണ്ട് ഓഫ് ആൻ അറോഗന്റ് പേഴ്സൺ. ഒരാളും അറോഗൻ്റ് ആയിട്ടുള്ള, അറോഗൻ്റ് എന്ന് പറഞ്ഞാൽ മിസ് നേരത്തെ പറഞ്ഞു തന്നു, അതായത് നമ്മളെങ്ങനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ എന്ത് പറഞ്ഞാലും സമ്മതിക്കാതെ ആർഗ്യൂ ചെയ്ത് നടക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കൂട്ടുകാരനായിട്ട് കിട്ടാൻ ഒരു കുട്ടിയും ഇഷ്ടപ്പെടില്ല. ഹൗഎവർ ഇൻ്റലിജൻറ്റ് ദാറ്റ് പേഴ്സൺ മൈറ്റ് ബി. എത്ര ബുദ്ധിമാനായിക്കോട്ടെ, നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായിട്ട് പഠിക്കുന്ന കുട്ടി അവനായിരിക്കും എല്ലാ പ്രാവശ്യവും ക്ലാസ് ലീഡർ, ക്ലാസ് മോണിറ്റർ,
അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഫ്രണ്ടായിട്ട് കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആകും അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? നന്നായിട്ട് പഠിക്കുന്ന ഒരാളാണ് എൻ്റെ കൂട്ടുകാരൻ എന്ന് പറയാൻ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മളൊന്നും പഠിക്കാത്ത 0 വാങ്ങിക്കുന്ന കുട്ടിയാണെങ്കിലും നമ്മുടെ കൂട്ടുകാരൻ ക്ലാസ്സിലെ ഫസ്റ്റ് ആണെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പ്രൗഡാണ്. പക്ഷേ ആ കൂട്ടുകാരൻ ഇതുപോലെ ആരോഗ്യൻ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് വിചാരിക്കുക. നമുക്കൊരു ഹെൽപ്പും ചെയ്തു തരത്തില്ല, നമ്മളെപ്പോഴും കുറ്റം പറയും, നമ്മളെ അങ്ങ് അടിമകളെ പോലെ ഇട്ട് പണിയെടുപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ സ്കൂൾ വിട്ട് പോകുമ്പോൾ എൻ്റെ ബാഗ് നീ കൂടെ എടുത്തോടാന്നൊക്കെ പറഞ്ഞ് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുന്ന, അവൻ്റെ നോട്ട്സ് മൊത്തം നമ്മളെ കൊണ്ട് എഴുതിക്കുക, ഇതുപോലെ നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടുകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുമോ? അങ്ങനെ ഒരാൾ നമ്മുടെ കൂട്ടുകാരൻ, അവൻ എത്ര ഇൻ്റലിജൻ്റ് ആയിക്കോട്ടെ, എത്ര പണക്കാരനായിക്കോട്ടെ, എത്ര പവർഫുൾ ആയിക്കോട്ടെ, അങ്ങനെ ഒരു വ്യക്തിയെ കൂട്ടുകാരനായിട്ട് കിട്ടാൻ നമ്മൾ ഒരിക്കലും ഇഷ്ടപ്പെടില്ല. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. നാഷണൽ ലീഡേഴ്സ് ലൈക്ക് മഹാത്മാ ഗാന്ധി were very modest and humble in spite of their greatness, and that is why they are respected even now, decades after they left the മഹാത്മാ ഗാന്ധിയെ പോലെയുള്ള മഹാന്മാർ അവർ മരിച്ച ഭൂമിയിൽ നിന്ന് പോയിട്ട് ഡിക്കേഡ്സ് ആയി, മീൻസ് ഡിക്കേഡ് എന്ന് പറഞ്ഞാൽ ഒരു 10 years വെച്ചിട്ടാണ് ഡിക്കേഡ് പറയുന്നത്. അപ്പം ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും അവർ ഭൂമിയിൽ നിന്ന് പോയിട്ട് ദശാബ്ദങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും അവരൊക്കെ ഓർമ്മിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് ഓഫ് ദെയർ മോഡസ്റ്റ് ആൻഡ് ഹംബിൾ. അവർ ചെറുതാണ് മനുഷ്യൻ. മഹാത്മാഗാന്ധി നടക്കുന്ന കണ്ടിട്ടോ നിങ്ങൾ? പഴയ വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയാൽ അദ്ദേഹം വടി പിടിച്ച് പൂഞ്ഞ് ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനെ പോലെയാണ് പോകുന്നത്. ഇതുപോലെ ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ എന്നുള്ള അഹങ്കാരമൊന്നുമില്ല. അങ്ങനെയൊക്കെ നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ അല്ലേ തലയൊക്കെ ഉയർത്തി പിടിച്ച് ഒന്നുകൂടെ എളിഞ്ഞേ നടക്കും. മഹാത്മാഗാന്ധി അങ്ങനെയല്ല. അദ്ദേഹം വളരെ സിമ്പിളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. വസ്ത്രധാരണം തന്നെ എങ്ങനെയാണ്? അദ്ദേഹം പകുതി ഭാഗമേ മറയ്ക്കും, മുണ്ട് മാത്രമേ എടുക്കൂ. ഷർട്ട് ഇട്ട് അദ്ദേഹം കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് ഷർട്ട് ഇടാനില്ലാഞ്ഞിട്ടല്ല. എന്തുകൊണ്ടാണ് അദ്ദേഹം ആ ഷർട്ട് ഉപേക്ഷിച്ചതിന് കാരണം പറയുന്നുണ്ട്. എൻ്റെ ഈ ഇന്ത്യയിലെ ജനങ്ങൾ, പകുതിയിലധികം ജനങ്ങളും നാണം മറയ്ക്കാൻ പോലും വസ്ത്രമില്ലാത്തവരാണ്. അത്യാവശ്യത്തിന് പോലും വസ്ത്രമില്ലാത്തവരാണ് എൻ്റെ കൂടപ്പിറപ്പുകൾ. അതായത് ഭാരതീയരിൽ പകുതി പേരും അങ്ങനെയുള്ള പട്ടിണി പാവങ്ങളാണ്. അപ്പോൾ അവർക്ക് അത്യാവശ്യത്തിനുള്ള തുണി പോലും, നാണം മറയ്ക്കാനുള്ള തുണി പോലും ഇല്ലാത്തപ്പോൾ ഞാൻ എന്തിനാണ് ഇത്രയും ആഡംബരം കാണിക്കുന്നത്? എനിക്ക് മറയ്ക്കാനുള്ളത് മാത്രം ഞാൻ മറയ്ക്കാനുള്ള തുണി ഉപയോഗിച്ചാൽ പോരെ, ബാക്കി തുണി അദ്ദേഹം പാവങ്ങൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ഒരു ഇൻസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ മുമ്പിൽ കാണാനിടയായി. അതായത് ട്രെയിനിൽ പോകുന്ന സമയത്ത് ട്രെയിൻ ബ്രേക്ക് ഡൗൺ ആയി. അങ്ങനെ എല്ലാവരും പുറത്തിറങ്ങി കാറ്റ് കൊള്ളുന്ന സമയത്ത് ഒരു റിവറിൻ്റെ അപ്പുറത്തെ കരയിൽ ഒരു പാവപ്പെട്ട സ്ത്രീ, അവർക്ക് ഉടുത്തിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ. ആ സ്ത്രീ തിരിഞ്ഞിരുന്ന് വെള്ളത്തിൽ മുങ്ങിക്കിടന്നിട്ട് അവളുടെ സാരി കഴുകി പാറപ്പുറത്ത് വിരിച്ചിട്ടിട്ട് അവൾ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. കാരണം അത് കഴുകുന്ന സമയത്ത് മാറി ഉടുക്കാൻ അവൾക്ക് വേറൊരു വസ്ത്രമില്ല. അത്രയും കഷ്ടപ്പെട്ട് അവളുടെ ബോഡി മറച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ തുണി ഉണങ്ങി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഗാന്ധിജിയെ വല്ലാതെ സ്പർശിച്ചു. ഭാരതീയരായ നമ്മൾ പ്ലഡ്ജിൽ എല്ലാ ദിവസവും പറയുന്നത് എന്താണ്? എല്ലാ ഇന്ത്യക്കാരും എൻ്റെ സഹോദരന്മാരാണ്. അപ്പോൾ ഗാന്ധിജി വിചാരിച്ച എൻ്റെ ഒരു സഹോദരിക്ക് നാണം മറയ്ക്കാനുള്ള വസ്ത്രമില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ്? നമ്മളൊക്കെ എന്തോരം ആഡംബരം കാണിക്കുന്നത് അല്ലേ? അന്ന് മുതലാണ് ഗാന്ധിജി മേൽവസ്ത്രം ഉപേക്ഷിച്ചത്. അദ്ദേഹം അത് പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുകയാണ് ചെയ്തത്. ആ കണ്ട കാഴ്ചയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വസ്ത്രം എടുത്ത് അദ്ദേഹം വെള്ളത്തിലൂടെ ഒഴുക്കി വിട്ട് ആ സ്ത്രീക്ക് കൊടുക്കുന്നുണ്ട്, അവൾ നാണം മറയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗാന്ധിജിയെ പോലെയുള്ള വ്യക്തികളുടെ ഇത്രയും നിസ്സീമമായ സേവനമാണ് ഇന്നും ഓർമ്മിക്കപ്പെടാനായിട്ട് കാരണമാകുന്നത്. ഓക്കെ, വൺസ് ആചാര്യ വിനോബ ഭാവെ, നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ഒരു ഫേമസ് ഫ്രീഡം ഫൈറ്ററാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് പോരാടിയവരിൽ ഒരാളാണ് ആചാര്യ വിനോബ ഭാവെ. നോട്ടഡ് ഫ്രീഡം ഫൈറ്റർ ഹു സ്റ്റാർട്ടഡ് ദ ഭൂദാൻ എന്ന് പറഞ്ഞ ഒരു ഹിന്ദി വേർഡാണ്. അതായത് ഭൂദാനം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്, നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കും. ഭൂദാനം അതായത് ഭൂമി ദാനം ചെയ്യും. അപ്പോൾ ആചാര്യ വിനോബ ഭാവെയാണ് അത് സ്റ്റാർട്ടഡ് ദ ഭൂദാൻ മൂവ്മെന്റ് വാസ് ആസ്ക്ഡ്. അതായത് ഭൂമി ദാനം ചെയ്യുന്ന ആ ഒരു പ്രക്രിയ, ആ ഒരു മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്ത ആളാണ് ആര്? ആചാര്യ വിനോബ ഭാവെ. അദ്ദേഹം ആരായിരുന്നു? ഒരു ഫേമസ് ആയിട്ടുള്ള ഫ്രീഡം ഫൈറ്ററാണ്, സ്വാതന്ത്ര്യ സമര പോരാളിയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഒരിക്കൽ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചു,
അദ്ദേഹത്തോട് ചോദിക്കപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: വാട്ട് മെയ്ഡ് യു സാക്രിഫൈസ് യുവർ ലൈഫ് ആൻഡ് വെൽത്ത് ഫോർ ദ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ്? അപ്പോൾ ജനങ്ങൾ പകുതിയിലധികം പട്ടിണിയാണ്. കർഷക രാഷ്ട്രമാണ് നമ്മുടെ ഇന്ത്യ. ഇവിടുത്തെ ജനങ്ങൾ പട്ടിണിയിലാണ്. അവർക്ക് അരവയറ് പോലും നിറയ്ക്കാനുള്ള, അവരാണ് അധ്വാനിക്കുന്നത്, മണ്ണിൽ പൊന്നു വിളയിച്ചെടുക്കുന്നവരാണ്. പക്ഷെ അവർക്ക് വേണ്ട രീതിയിൽ അതിനുള്ള കൂലി ലഭിക്കുന്നില്ല, താമസിക്കാൻ ഇടവില്ല. ജന്മിമാരുടെ ഭൂമിയിൽ കൂര കെട്ടിയൊക്കെയാണ് ചെളി കൊണ്ടുള്ള കുടിലുകളൊക്കെ ഉണ്ടാക്കിയിട്ടാണ് അവർ കഴിക്കുന്നതോ ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചിട്ട് രാത്രിയാകുമ്പോൾ കിട്ടുന്ന ഒരു പിടി നെല്ലാണ് അവർക്ക് കൂലിയായിട്ട് കിട്ടുന്നത്. ആ നെല്ല് വീട്ടിൽ കൊണ്ടുവന്ന് പുഴുങ്ങി ഇടിച്ച് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് അവർ കഞ്ഞി വെച്ച് കുടിച്ചിട്ടാണ് കിടക്കുക. വീണ്ടും രാവിലെ അവർ എഴുതിട്ട് വീണ്ടും പാടത്തേക്ക് പോവുകയാണ്. തലേ ദിവസം കുടിച്ച ഒരു കുമ്പിൾ കഞ്ഞിയിലാണ് അവർ ഒരു ദിവസം മുഴുവനും ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കഷ്ടപ്പാട് കണ്ടിട്ട് ഈ ജന്മിമാരായ ആളുകളുണ്ടല്ലോ, അവരുടെ കയ്യിൽ ഇഷ്ടം പോലെ ലാൻഡ് ഉണ്ട്. അവർ ഈ പാവപ്പെട്ട കർഷകർക്ക് പാട്ടത്തിന് കൊടുക്കും, അതായത് കടം കൊടുക്കും. എന്നിട്ട് അവിടെ അവരുണ്ടാക്കുന്ന ആ വിളവുണ്ടല്ലോ, അതെത്രയാണോ അതിൻ്റെ പകുതിയിലധികം ഈ ജന്മിക്ക് അവകാശപ്പെട്ടതാണ്. അവർക്ക് കിട്ടുന്ന വളരെ തുച്ഛമായ വരുമാനം. അപ്പോൾ ഇവർ ഒരു കാലത്ത് ഗതി പിടിക്കാതെ ദാരിദ്ര്യത്തിൽ നിന്ന് ദാരിദ്ര്യത്തിലേക്ക് ഇങ്ങനെ ഊക്കുകൂത്തിക്കൊണ്ടിരിക്കുന്നതായിരുന്നു പണ്ട് ഭാരതത്തിലെ കർഷകരായ ആളുകളുടെ ജീവിതം. അപ്പോൾ ചില വ്യക്തിത്വങ്ങൾ അവർ ഈ പറഞ്ഞ പോലെ ബ്രാഹ്മിൻസ് ആവാം, അല്ലെങ്കിൽ ഒരുപാട് ഭൂസ്വത്തുള്ളവരാകാം, അവരൊക്കെ അവരുടെ ലാൻഡ് ദാനം ചെയ്തു. അതാണ് ഭൂദാൻ മൂവ്മെൻറ്റ്. മനസ്സിലായോ? ഒരുപാട് ഭൂമിയുള്ളവർ അവരുടെ ലാൻഡ് ഓരോ ഫാമിലീസിനും ദാനം ചെയ്യണം. പിന്നെ അത് നിയമമാക്കിയായിരുന്നു. നമ്മുടെ കേരളത്തിലൊക്കെ ആ നിയമം വന്നു. അതായത് ഒരാൾക്ക് ഇത്ര സെന്റ് ഭൂമി ആവശ്യമുള്ളൂ, അതിൽ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അത് പാവപ്പെട്ടവർക്ക് ദാനം ചെയ്യും. ഒരു 10 സെന്റ് വീതമാണെന്ന് ദാനം ചെയ്യേണ്ടി വരുന്നത്. അപ്പം അത് നമ്മളുടെ പാടത്ത് ജോലി ചെയ്യുന്നവരാണോ ആരാണോ നമ്മളെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആരാണോ അവർക്ക് ദാനം കൊടുക്കണം എന്നൊരു നിയമം തന്നെ പിന്നീടാണ് വന്നത്. അപ്പം ഈ മൂവ്മെൻറ്റുമായിട്ട് നീങ്ങുന്നതിനിടെ ആചാര്യ വിനോബ ഭാവയോട് ചോദിച്ച ചോദ്യം എന്താണ്? എന്തുകൊണ്ടാണ് അങ്ങയുടെ വെൽത്ത്, സ്വത്തും ഭൂമിയും അദ്ദേഹത്തിൻ്റെ ലൈഫ് തന്നെ ഭാരതത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചത്? എക്സ്ക്യൂസ് മീ. ആചാര്യ റിപ്ലൈ, അദ്ദേഹം എന്ത് പറഞ്ഞു? വാട്ട് സാക്രിഫൈസ് ആർ യു ടോക്കിംഗ് അബൌട്ട്? എന്ത് സാക്രിഫൈസിനെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഞാൻ എന്ത് സാക്രിഫൈസ് മീൻസ് എന്ത് ത്യാഗമാണ് ഞാൻ ചെയ്തത് എന്നാണ് നിങ്ങൾ പറയുന്നത്? I did nothing more than what thousands of self-respecting Indians throughout the country did. ഞാൻ ചെയ്തത് ഈ നമ്മുടെ ഇന്ത്യയിലെ ഓരോ പൗരന്മാരും, എങ്ങനെയുള്ള പൗരന്മാർ? സെൽഫ് റെസ്പെക്റ്റിംഗ്, അതായത് നമ്മളോട് തന്നെ ആരാധന തോന്നുന്നു, അങ്ങനെയുള്ള മനുഷ്യരാണ് മഹാന്മാരാകുന്നത് കേട്ടോ. നമ്മളോട് ആരാധന ഇല്ലെങ്കിൽ അത് നമ്മളെ താഴ്ചയിലേക്ക് കൊണ്ടുപോകും. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റിംഗ് ആയിട്ടുള്ള, ഞാൻ എന്നെ തന്നെ ബഹുമാനിച്ചാലേ എനിക്ക് മറ്റുള്ളവരെ ബഹുമാനിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം കുടുംബം നന്നാകണം, എന്നാലേ നാട് നന്നാവൂ എന്നാണ്. അപ്പം ഞാൻ ആദ്യം എന്നെ റെസ്പെക്റ്റ് ചെയ്യുക, എങ്കിലേ എനിക്ക് എൻ്റെ സഹജീവികളെ റെസ്പെക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആയിരക്കണക്കിന് ഇന്ത്യക്കാരായ പൗരന്മാർ എന്താണോ ചെയ്യുന്നത് അത് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്ത് സാക്രിഫൈസ് എന്നാണ് നിങ്ങൾ എന്നോട് ചോദിക്കുന്നത്? Why are you singling me out for this question? എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നെ തന്നെ ചൂസ് ചെയ്ത് ഇങ്ങനെ ചോദിക്കേണ്ടത്? എന്നോട് മാത്രമായിട്ട് ഇത് ചോദിക്കുന്നത് എന്തിനാണ്? ഇതൊക്കെ നമ്മുടെ ഭാരതത്തിലെ ആയിരക്കണക്കിന് ജനങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്. ഞാൻ മാത്രമല്ല, എന്നെ പോലെയുള്ള ഒരുപാട് മനുഷ്യർ ഭൂദാനം ചെയ്യുന്നുണ്ട്. പിന്നെ എന്തിനാണ് എന്നോട് മാത്രം? അതാണ് അവരുടെ എളിമ എന്ന് പറയുന്നത്. സച്ച് വാസ് ഹിസ് ഹ്യൂമിലിറ്റി. ഞാൻ വലിയൊരു ഫ്രീഡം ഫൈറ്ററാണ്, അതുകൊണ്ടാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത് എന്നുള്ള ഒരു അഹങ്കാരവും അദ്ദേഹത്തിനില്ല. അപ്പം അദ്ദേഹം ആ ഒരു ചോദ്യത്തിലൂടെ മറ്റുള്ളവർ കൽപ്പിച്ച് നൽകുന്ന ആ ഒരു വലിയ പദവി ഉണ്ടല്ലോ, അത് അദ്ദേഹം വേണ്ടെന്ന് വെക്കുകയാണ്. ഞാൻ അങ്ങനെ വലിയ മഹാനൊന്നും അല്ല, എല്ലാവരും ചെയ്യുന്നത് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളൊക്കെ ഇത് ചെയ്യേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഇത് വലിയൊരു സാക്രിഫൈസ് ആയിട്ടൊന്നും നിങ്ങൾ പൊക്കിപ്പിടിച്ച് കൊണ്ടുവരണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എളിമയ്ക്ക് ഉദാഹരണമാണ് ഈ ഒരു ഇൻസിഡൻറ്റ്. ഓക്കെ, ഇനി അടുത്ത തേർഡ് പാരഗ്രാഫ് നോക്കുള്ളൂ. There was a noble saint by name ഏക്നാഥ്. ഏക്നാഥ് എന്ന് പറയുന്ന ഒരു സെയിന്റ് ഉണ്ടായിരുന്നു. സെയിന്റ് മീൻസ് വിശുദ്ധൻ. Who was constantly chanting the name of the God. അദ്ദേഹം എപ്പോഴും
ഈ ചാൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തെ പുകഴ്ത്തുക. അദ്ദേഹത്തിൻ്റെ എപ്പോഴും രാവിലെ എഴുന്നേറ്റാൽ മുതൽ അദ്ദേഹം ദൈവത്തെ പുകഴ്ത്തി പാടിക്കൊണ്ടിരിക്കും. അങ്ങനെയുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം സെയിൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. He was a very modest and humble person and hence everybody in the village respected him. അദ്ദേഹം എങ്ങനെയുള്ള മനുഷ്യനായിരുന്നു? വെരി മോഡസ്റ്റ് ആൻഡ് ഹംബിൾ, അതായത് എളിമയും എല്ലാവരിലും ചെറുതാണ് ഞാനെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലുള്ള എല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തിരുന്നു. There was however one person who was jealous of Eknath and wanted to provoke him into anger. എപ്പോഴും എല്ലാവർക്കും സംഭവിക്കുന്ന പോലെ തന്നെ ആരെങ്കിലും ഒരാൾ ഒരു ഇച്ചിരി ഉയരുന്നത് കണ്ടു കഴിഞ്ഞാൽ ഒരു അസൂയക്കാരൻ അവിടെ ഉണ്ടാകും. അപ്പോൾ ഏകനാഥിൻ്റെ വില്ലേജിലും എല്ലാവരും അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്തു. പക്ഷേ ഒരാൾക്ക് അദ്ദേഹത്തിനോട് ജലസ് തോന്നി. ജലസ് മീൻസ് അസൂയ ഉണ്ടായി. അതാരാണെന്ന് പറയുന്നത്? Okay, Eknath made it a habit to rise early and take his bath in the holy river before sunrise. അദ്ദേഹം എല്ലാ ദിവസവും എന്താണ് ചെയ്യുക? രാവിലെ എഴുന്നേറ്റിട്ട് അദ്ദേഹം എന്ത് ചെയ്യും? ടേക്ക് ഹിസ് ബാത്ത്, രാവിലെ എഴുന്നേറ്റാൽ ഉടനെ അദ്ദേഹം കുളിക്കും. ഇൻ ദ ഹോളി റിവർ, ഒരു പുണ്യ നദിയിൽ പോയി അദ്ദേഹം കുളിക്കും. Eknath made it a habit to rise early. അദ്ദേഹം രാവിലെ എഴുന്നേക്കും. ആൻഡ് ടേക്ക് ഹിസ് bath in the holy river before sunrise. രാവിലെ എഴുന്നേറ്റിട്ട് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പുണ്യ നദിയിൽ പോയി കുളിക്കാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ഒരു ഹാബിറ്റാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് എഴുന്നേൽക്കുക, ഈ പുണ്യ നദിയിൽ പോയി കുളിക്കുക. അപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എഴുന്നേറ്റ് കുളിച്ചിരിക്കും. അതാണ് അദ്ദേഹം ആദ്യം ചെയ്യുന്നത്. Knowing this, the jealous villager climbed up a tree on the way and awaited Eknath. ആ ജലസ് ആയിട്ടുള്ള പേഴ്സൺ ഉണ്ടല്ലോ, അദ്ദേഹം വിചാരിച്ചു ഇവരുടെ പണി കൊടുക്കണം. അപ്പോൾ ഈ ഏകനാഥ് ഇങ്ങനെ ഡെയിലി ചെയ്യുന്ന ഒരു പ്രക്രിയയാണിത്. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇരുട്ടത്ത് അദ്ദേഹം നടന്ന് ആ നദിയിൽ പോയി കുളിച്ച് തിരിച്ചു പോകാറുണ്ട്. പണി കൊടുക്കാൻ പറ്റിയ സമയമാണത് അല്ലേ? വേറെ ആരും കാണത്തില്ല, എല്ലാവരും നല്ല ഉറക്കമാണ്, ശാന്തമായിട്ട് കിടക്കുന്ന ആ സമയമാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും പണി പറ്റിക്കാൻ പറ്റിയ സമയമാണ്. അപ്പോൾ ഈ ഏകനാഥ് ആ വഴിയിലൂടെ പോകുന്നത് മനസ്സിലാക്കി ഈ ജലസ്മാൻ എന്ത് ചെയ്തു? അദ്ദേഹം പോകുന്ന വഴിയരികിലെ ഒരു മരത്തിൻ്റെ മുകളിൽ കയറിയിട്ട് ഏകനാഥ് വരുന്നത് പ്രതീക്ഷിച്ച് അവിടെ ഇരിപ്പായി. ഇനി എന്താ സംഭവിക്കാൻ പോവുക? അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ് എടുത്ത് അത്രയും നന്നായിട്ട് വായിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മിസ്സിനെ വിളിച്ച് ചോദിക്കുക കേട്ടോ. വായിക്കുക. ടെക്സ്റ്റ് ഒരു 5 times റീഡ് ചെയ്താൽ നിങ്ങൾക്ക് വായിക്കാനും ഫ്ലുവൻ്റ് ആയിട്ട് വായിക്കാനും പഠിക്കും. പിന്നെ കഥയും മനസ്സിലാക്കും. ഓക്കെ, ബൈ.